ഹേ ഗായ്സ്, അപ്പം സൺഡേ ആണ്. ഇന്നലെ പറഞ്ഞ പോലെ ഇന്ന് പരിപാടികൾ ഉണ്ടാവും എന്ന് വിചാരിച്ചു. പക്ഷെ വേറെ പരിപാടികളാണ് വന്നത്. നമുക്കൊരു ഇതുണ്ട്, കുടിയിരിക്കലുണ്ട്, വീട്ടുകൂടൽ. അതിൻ്റെ കൂടെ തന്നെ ഒരു കല്യാണമുണ്ട്. രണ്ടും അടുപ്പിച്ചിട്ടാണ്. കുടിയിരിക്കലാണ് മെയിനായിട്ട്. അത് കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകും. രാവിലെ എണീറ്റ് ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് ഡ്രസ്സ് ഇസ്തിരിയിട്ട് ഫുള്ള് സെറ്റായി നിൽക്കുകയാണ്. ഇനി പരിപാടിക്ക് പോകണം. 12 മണി 12:30 ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിൽ വന്നിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരുവമ്പാടി പോകും. ബസ്സിലാണ്, സ്കൂട്ടറിലല്ല വന്നത്. ഇന്നലെ എൻ്റെ കൂടെ കാറിൽ വന്നുകൊണ്ട് വണ്ടി എടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്നും ഇന്നലത്തെ പോലും ഇന്നലത്തെ പോലും ചെറിയ വ്ളോഗായിരിക്കും. മാക്സിമം വലുതാക്കാൻ നോക്കാം. പോകുന്നതും വരുന്നതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. പിന്നെ വൈകുന്നേരം പറ്റുകയാണെങ്കിൽ ഒന്നെങ്കിൽ കസിൻ്റെ കൂടെ ഇല്ലെങ്കിൽ ചെക്കന്മാരോടെ നമ്മൾ ചാടിക്കാൻ പോകുന്നതായിരിക്കും. നോക്കാം. ഗൈസ്, MLA ഗൈസ്, അപ്പം രണ്ട് പരിപാടികളും കഴിഞ്ഞ് പരിപാടി നടക്കുന്നത് ഞങ്ങളെ തറവാടുള്ള ഏരിയൻ്റെ തൊട്ടടുത്ത് തന്നെ. അതൊരു വീട്, ഇതൊരു കുടുംബക്കാരുടെ വീട്. അതിൻ്റെ അടിയിലൊക്കെ വല്യപ്പൻ്റെ അനിയന്മാരാണ്. വല്യപ്പൻ്റെ അനിയൻ. നമ്മൾ ഇതിൻ്റെ ആ പരിസരത്തേക്ക് വരുന്നത് നമ്മളെ തറവാടുണ്ടായിനി. പിന്നെ അത് കള്ളന്തോടേക്ക് മാറി. കള്ളന്തോടിൽ നിന്ന് ഇവിടെ പള്ളിത്തായത്തേക്ക് മാറി. അങ്ങനെ 3 സ്ഥലത്തേക്ക് മാറി നമ്മൾ. ഇത് അടുത്തത് വല്യപ്പൻ്റെ അനിയൻ്റെ മോൻ്റെ പോലെ വീടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ്. അതിപ്പം എത്ര ഒരു കൊല്ലത്തിൻ്റെ അടുത്തായി. ലാസ്റ്റ് വന്നപ്പോൾ തറയിട്ടാനൊക്കെ വന്നിരുന്നു. ഇനിയിപ്പം ഇവിടുത്തെ പരിപാടികൾ കഴിഞ്ഞ് പോകണം. വലിയ തൊട്ടപ്പുറത്ത് വീട്ടിൽ പോയതാ കാത്തു കഴിഞ്ഞ്. ഗൈസ്, അപ്പം നമ്മൾ ബസ് കയറി മുക്കത്തെത്തിയിട്ടുണ്ട്. മുക്കത്തുനിന്ന് ഡയറക്റ്റ് തിരുവമ്പാടിക്ക് ബസ് കയറാമെന്ന് വിചാരിച്ചപ്പം അത്തിനാണ് നമ്മളെ തിരുവമ്പാടിക്കാക്കും. ബാഗും സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് നമ്മളിറങ്ങും. എല്ലാ സൺഡേയും ചെയ്യുന്ന പോലെ ചാടിക്കാനോ അങ്ങോട്ടേലും കറങ്ങാനോ എന്തെങ്കിലും പോകും. അപ്പം അവൻ വരുമ്പോൾ കാണാം. ഗൈസ്, അപ്പോൾ അതിനാനും ഓമശ്ശേരി പോകുന്നവരെ ഒന്ന് ഡിലേ ആകും. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം. സാധനം എടുത്തിട്ട് ബേക്കറി പോയി ഒരു ജ്യൂസ് ട്രൈ ആക്കാം. ഗൈസ്, അപ്പം വന്നിട്ടുണ്ട്. അതിന് നമ്മളിതാ പോയിക്കൊണ്ടിരിക്കുന്ന തിരുവമ്പാടിയിലേക്ക്. സാധനം, ബാഗ്, പിന്നെ ഞാൻ കാണാം. ഓക്കെ. വീട്ടുകാരെ അപ്പം നമ്മൾ വീട്ടിലെത്തി. വീട്ടിൽ നിന്ന് സാധനം വെച്ചു. ചെറിയൊരു സ്മോൾ പണിയും തീർത്തിട്ട് നമ്മളിതാ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകുന്നു. എവിടേക്കാ പോണേ? ചായ മണാശ്ശേരി. എല്ലാവരും പറയുന്ന അടിപൊളിയാണ്. ഞാൻ ഇതുവരെ ട്രൈ ആക്കിയിട്ടില്ല. മണാശ്ശേരി പുതിയ തുടങ്ങിയതാണ്. പോയേക്കാം. ഗായ്സ്, അപ്പം നമ്മൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഷോപ്പ്. പോയി നോക്കിയിട്ട് കാണാം. ചായ കുടിച്ചു, ചീസ് ഫ്രൈസും കഴിച്ചു. ചീസ് ഫ്രൈസ് കുഴപ്പമില്ല, പക്ഷെ ചായ അടിപൊളി. ചായക്ക് എത്ര റുപ്യ? 15 റുപ്യാണ്. 15 റുപ്യക്കെല്ലാം ഉണ്ട് എന്തായാലും. കുഴപ്പമില്ല. പുതിയ സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുന്നു. പക്ഷെ സ്ഥിരം പോകാൻ പറ്റില്ല. സാധനത്തിനൊക്കെ നല്ല റേറ്റാണ്. അമ്പലത്തിൽ പരിപാടി. ഈ അമ്പലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പരിപാടിക്ക് ഞാൻ വന്നിട്ടുണ്ട്. പ്രാവശ്യം വരാൻ പറ്റുമോ എന്നല്ലേ? ഇന്ന് നാളെ ആയിരിക്കും. ചിലപ്പോൾ വരാൻ പറ്റൂല, നോക്കാം. അങ്ങനെ വീട്ടിലെത്താനായി ഗായ്സ്. ഇന്ന്
ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആഡ് ചെയ്യാം. താങ്ക് യു അദിനൻ ഫോർ യുവർ സർവീസ്. വെൽക്കം. ഓക്കെ, കണ്ടോ ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യുന്നത് കണ്ടോ? എടാ ബൈക്ക് ഓടിക്കുമ്പോൾ പാട്ട് വെച്ച് പോവുക. അത് എയർപോർട്ട് ചെവിയിൽ വെച്ചിട്ടപ്പോൾ ബാക്കിൽ നിന്ന് ഒരാൾ ഹോൺ അടിച്ചാൽ കാണുമോ? എന്നാലും അഥവാ കേട്ടില്ലെങ്കിൽ പാട്ടൊക്കെ പാട്ടൊക്കെ വെച്ചിക്കണോ? ഏതാ പാട്ട് പറ? കട്ട് ചെയ്യുന്നില്ലേ പാട്ടിന്റെ പേര് പറഞ്ഞ? ഓ മൈ ഗോഡ്, ഒരു നോക്ക്. ഏതോ നല്ല റൊമാൻറ്റിക് സോങ് ഇട്ടിട്ട് ആള് പോവാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ എന്താ വെച്ചാൽ പുറത്തുള്ളത് കേൾക്കാനാട്ടോ. ഓ ഇന്റലിജന്റ് അതിനാണ്. ഓക്കെ, നമുക്ക് പോവാം. അമ്മേ, ഓ ഇത്ര വിളിച്ചിട്ടുണ്ടായിരുന്നോ? എന്നാൽ കുറച്ച് നേരം ഫ്രണ്ട് കുടിക്കുക, കണ്ണ് കാണുന്നില്ല. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ മുതൽ ബാക്ക് ടു കോളേജ്. നാട്ടിൽ പോയി വന്ന് ഇനി ചെറിയ ചെറിയ പരിപാടികൾ, അതായത് സെമിനാർ ചെയ്യാനുണ്ട്, നോട്ട് കംപ്ലീറ്റ് ആക്കാനുണ്ട്. പക്ഷെ ചെറിയൊരു അബദ്ധം പറ്റി. നോട്ട് കോളേജിലാണ്. പരിപാടിൻ്റെ അന്ന് അവിടെ വെച്ചിട്ട് മറന്നു. പരിപാടിൻ്റെ അന്ന് പുറത്തിറങ്ങാൻ വേണ്ടി ഒരു വാതിൽ കൂട്ടുമെന്ന് പറഞ്ഞപ്പോൾ സേഫാക്കാൻ വേണ്ടിയിട്ട് മേശൻ്റെ ഉള്ളിൽ ഒരു ഇതുണ്ട്, എന്താ ടീച്ചേഴ്സിൻ്റെ മേശയുണ്ട്, അതിൻ്റെ ഉള്ളിൽ വെച്ചതാണ്, എടുക്കാൻ മറന്ന്. അപ്പം നോട്ട് സബ്മിറ്റ് ചെയ്യാൻ ടൈമുണ്ട്. നാളെ മറ്റന്നാളാകുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആക്കിയാൽ മതി. സെമിനാർ പക്ഷേ നാളെ സബ്മിറ്റ് ചെയ്യണം. അതിനൊരു ഇതും തരുമല്ലോ അല്ലേ. ഇവിടെ എത്തി. നമുക്ക് സെമിനാർ ചെയ്യുമ്പോൾ കാണാം. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust. Yeah, no. അപ്പം ഒരു മിനിറ്റ് ഫാൻ ഓഫ് ആക്കട്ടെ, സൗണ്ട്. ഓക്കെ, അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വ്ളോഗ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. പരിപാടികൾക്ക് പോയി, തറവാട്ടിൻ്റെ അവിടെ ഒന്ന് പോയി, ചാടിക്കാൻ അതിനാൻ്റെ കൂടെ പോയി. ഇപ്പോൾ ഇതാ സെമിനാറും ചെയ്ത് കഴിഞ്ഞ് നാളത്തേക്കുള്ള പണി. നാളെ ചിലപ്പോൾ കോളേജിൽ പോകില്ല, ഒരു 98-99% പോകില്ല. കാരണം പ്രൊജക്റ്റിൻ്റെ ഡേറ്റ് 23 ഇങ്ങോട്ടേക്ക് അടുപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പോകണം. അപ്പോൾ കോളേജിൽ നിന്ന് ലീവ് എടുത്തിട്ടേ പോകാൻ പറ്റുള്ളൂ. അവിടെ നിന്ന് ലീവ് തരൂല. കാരണം ഓൽക്കും ഡേറ്റ് കറക്റ്റ് ആവുന്നില്ല, നമുക്ക് ടൈമും കിട്ടിയിട്ടില്ല, ട്രിപ്പ് ഇതെല്ലാം കാരണം. അപ്പോൾ നാളെ അതിന് പോകണം. നാളെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിലും മറ്റന്നാളും പോകേണ്ടി വരും. നാളെ കംപ്ലീറ്റ് ആവുമെന്നാണ് വിശ്വാസം. അപ്പം നാളത്തെ കൺഫേം ആവണമെങ്കിൽ ഞാൻ അവിടെ കമ്പനിയിൽ ചോദിച്ചിട്ടുണ്ട്, ഇതുവരെ റിപ്ലൈ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നാളെ നോക്കാം. ഇപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബാക്കി വിശേഷങ്ങൾ നാളത്തെ